എന്തായിരുന്നു, എത്ര മണിക്കാണ് ഇവർ വന്നത്? കറക്റ്റായിട്ട് ടൈം അറിയില്ല. അത് 7:30-നും 8-നും ഇടയ്ക്കാണെന്ന് പറയാം. അവരെന്താ പറഞ്ഞത് വന്നിട്ട്? അവർ ഒരു ബെല്ലടിച്ചു. വെളിയിൽ ബെല്ലടിച്ച ആരാന്ന് വന്ന് നോക്കുമ്പോൾ അവർ ചോദിച്ചത് ഷിനി ഇവിടെയാണോ താമസിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഷിനി താമസിക്കുന്നതിന് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്, ഷിനി ഒപ്പിട്ടാൽ കൊടുക്കൂ, ഷിനി തന്നെ ഒപ്പിടണം. ശരി വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോറിൻ്റെ ബ്ലോക്കിൽ നിന്നുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് ഷിനിയെ വിളിച്ചു. ഷിനി അടുക്കളയുടെ അവിടെ ആയിരുന്നു, വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ സാറേ പേന മറന്നുപോയി, അവരോട് പേന കൂടെ എടുത്തുകൊണ്ട് വരാൻ പറയണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷിനി പേന കൂടെ എടുത്തുകൊണ്ട് വരണേ, അവരെ പേനയില്ല എന്ന് പറഞ്ഞു. അവർ പേനയും എടുത്തുകൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഷീറ്റ് പേപ്പർ, അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നുവെച്ചാൽ കാർഡ്ബോർഡോ വല്ലതും ഉണ്ടോ എന്നറിയില്ല. ഒരു വലിയ ഷീറ്റ് പേപ്പർ കാണാം. അതിൻ്റെ മുകളിൽ ഒരു 8-9 ഇഞ്ചോളം വരുന്ന ഒരു വലിയ കവർ, അത് ഷീറ്റൊക്കെ ഇട്ട് ഒട്ടിച്ച് കൊറിയർ പോലെ വച്ചിരിക്കുക. ഇങ്ങനെ നീട്ടി അവരൊപ്പിടാനിങ്ങനെ ശകലം ആഞ്ഞതും ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വെടിവെച്ചു. വെടിവെക്കുന്നത് തടയാനും തക്കവണ്ണം കൈ പൊക്കി. അപ്പോൾ ഈ കൈ പൊക്കണതിൻ്റെ റിയാക്ഷൻ എനിക്ക് തോന്നുന്നത് ഇതെടുത്തത് എന്നേക്കാൾ കൂടുതൽ അവർ കണ്ടു കാണുമോ എന്നെനിക്കൊരു തോന്നലുണ്ട്. അത്ര തന്നെ. ഏതായാലും ഉള്ള കയ്യിൽ വെടിയുണ്ട്. അതിൻ്റെ കൂടെ 2 വെടി സൈഡിലോട്ട് താഴെ ടിപ്പ് എന്ന് 2 വെടി വെച്ചു. അവിടെ ഉണ്ടെങ്കിൽ കാര്യമൊന്നും കാണാനില്ല. ഇത് കൊണ്ട മുറിവിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ കാണണം, പക്ഷെ കാണാനില്ല. ചെവരിലുണ്ടോ അതോ എനിക്കറിയില്ല. ശനി ചെയ്യുന്നത് NHM PR. ഇവിടുത്തെ ഹെഡ് ഓഫീസുണ്ട്. പിന്നെ അവർക്ക് ഇവിടെ ഒരെണ്ണമുണ്ട്, കണ്ണാശുപത്രിക്കെതിരെ മുകളിലാക്കുന്നൊരു. അതാണ് അവരുടെ. ഇവിടെ താമസമുള്ളത് അവളുടെ ഈ പറഞ്ഞ പുള്ളിയുടെ ഫാദറിലാണ് ഞാൻ. എൻ്റെ മകൻ്റെ ഭാര്യയാണ് അത്. അവൻ ഇവിടെ ഇല്ല, അവൻ മാലിയിലാണ്. യാതൊരു പരിചയവും ഇല്ല. ശരീരം അബ്നോർമലായിട്ട് ഒരു വിൻഡി ചീറ്റർ ഇട്ടിട്ട് മോഹയ്ക്കിനെ മറച്ചിട്ടുണ്ട്. വിൻഡി ചീറ്ററിൻ്റെ ഹുഡില്ലേ, ആ ഹുഡ് സാധാരണ നമ്മളിങ്ങനെ വെറുതെ പേരിനെങ്കിലും വയ്ക്കും, അത്ര തന്നെ. ഇതിങ്ങനെ കൂടുതലും മറച്ചിട്ടുണ്ട്. സ്ത്രീയാണ്, വെൽ ബിൽറ്റാണ്. പുള്ളിയാണെന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത അത്രയും ഹൈറ്റും ഉണ്ട്. മെലിഞ്ഞിട്ടല്ല, വെൽ ബിൽറ്റാണ്. വാഹനത്തിലാണോ വന്നത്? അതറിയില്ല. ഈ ബെല്ലടിക്കുന്നവരെ ഞങ്ങൾക്ക് വെളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായില്ലേ. തിരിച്ചു പോകുമ്പോൾ ഞാൻ അവരെ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ഈ രക്തം കണ്ടതുകൊണ്ട് അടുത്ത വെടി എനിക്കാണോ എന്ന് വെച്ചിട്ട് ഭാര്യയും മകളും എല്ലാവരും കൂടെ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അത് കാരണം എനിക്ക് ഡോറിന് വെളിയിൽ പോലും ഇറങ്ങാമത്തില്ല. അവർ പിടിച്ചു, അയ്യോ പോവല്ലേ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് നിലവിളിക്കുകയും ചെയ്തു. അപ്പോൾ അയൽവക്കക്കാർ ഓരോരുത്തരായിട്ട് ഇവിടെ വരാൻ തുടങ്ങി. അവരിവിടെ വരുമ്പോഴും ആരും പോയതിൻ്റെ ഒരു ട്രേസും ഇവിടെ ഇല്ല, യാതൊരു ട്രേസും ഇല്ല. മോട്ടറോ കാറോ സ്കൂട്ടറിൻ്റെ ഒന്നും ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല, വരുമ്പോഴും പോകുമ്പോഴും. എൻ്റെ പേര് ഭാസ്കരൻ നായരുന്നു. എന്നെയാണ് കണ്ടത്. ഡോറ് ബെല്ലടിച്ചു, ഞാൻ പേപ്പർ വായിച്ച് വിട്ടിട്ട് അവിടുന്ന് അടിച്ചു വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഷിനി ഇവിടെയാണോ? അതല്ലേ ഞാൻ പറഞ്ഞേ. തന്നെ എന്തു വേണം എന്ന് ചോദിച്ചു. ഷിനിയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവരിങ്ങോട്ട് പറഞ്ഞത് ഒരു ലെറ്ററുണ്ട്, രജിസ്റ്റേർഡാണ്, അവരൊപ്പിട്ടാലേ കൊടുക്കൂ എന്ന് പറഞ്ഞു. അതേസമയം ഇവിടെ അവർക്ക് മിക്കവാറും ദിവസം 2-1 കൊറിയർ വരാറുണ്ട്. അതെല്ലാം ആ ഡോറിലെ പേരും ഇതും മൊബൈലിലെടുത്ത് എൻ്റെ തന്നിട്ട് പോവുകയുള്ളൂ. ഞാൻ ആരെന്ന് മാത്രം ചോദിക്കും. ഞാൻ ഇന്ന ആളാണെന്ന് പറയും, അല്ല അന്യനല്ല, അവരുടെ ഫാദറിൻ്റെയാണ്, അല്ലെങ്കിൽ മാൻ്റെ പേര് വന്നാൽ മാൻ്റെ അച്ഛനാണ് എന്ന് പറയും. അത് വാങ്ങിച്ചു പോകും. സാധാരണ അധികാരം സൈൻ പോലും വാങ്ങിക്കില്ല ഇപ്പോൾ, കാരണം ഈ അഡ്രസ്സ് കറക്റ്റായിട്ടുണ്ടല്ലോ. അത് ഫോട്ടോ എടുത്തു. യാതൊരു സംശയം എനിക്കില്ല. എൻ്റെ പേഴ്സണൽ സംശയം ഇതാണ്. ഒന്നീ അവർ
ഒരു വലിയ ഗുണ്ടാ സംഘത്തിലെ ആൾ ഈ വീട്ടിൽ ആരുണ്ട്, എന്തുണ്ട്, എങ്ങനെയുണ്ട്, ആരെങ്കിലും താമസമുണ്ടോ, നമുക്ക് അറ്റാക്ക് ചെയ്താൽ പ്രശ്നം ഉണ്ടാവുമോ എന്ന് സെർച്ച് ചെയ്യാമെന്നതാവാം. അതല്ലെങ്കിൽ ഇവരുടെ കഴുത്തിൽ കിടക്കണത് പൊട്ടിക്കാൻ ഇതാ ഒപ്പിട്ട് തരുമെന്ന് പറയും, വലിപ്പവും ഓട്ടവും ഒന്നിച്ച് കഴിയും. ഇവിടെ വരുന്നില്ലേ മോട്ടോർ സൈക്കിളിൽ വന്നിട്ട്, സാറേ ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ അഡ്രസ്സ് വായിക്കുമ്പോൾ കഴുത്തിൽ കിടക്കണ കഴിഞ്ഞു. അതുപോലെയുള്ള എന്തെങ്കിലും ആയിരിക്കും.